ശിരൂരിലെ ദൗത്യം തുടരാൻ ഉന്നതതല യോഗത്തിൽ തീരുമാനം. പുഴയിലെ വെള്ളം തെളിയുന്നതുവരെ കാത്തിരിക്കണമെന്ന് കർവാർ MLA സതീഷ് സെയിൽ. താൽക്കാലികമായി ദൗത്യം നിർത്തി മാൽപേ സംഘം. ഉത്തരകന്നഡയിൽ അടുത്ത 21 ദിവസം ശക്തമായ മഴയെന്ന മുന്നറിയിപ്പ്. അർജുന്റെ കുട്ടിയുടെ പ്രതികരണം എടുത്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം. മഴവിൽ കേരളം ചാനൽ ഉടമയ്ക്ക് നാളെ നോട്ടീസ് നൽകും. മനു ഭാക്കറിലൂടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. വെങ്കല മെഡൽ നേട്ടം വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ. മെഡൽ രാജ്യത്തിന് സമർപ്പിക്കുന്നുവെന്ന് മനു ഭാക്കർ. ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. മെഡൽ നേട്ടത്തിൽ മനു ഭാക്കറിനെ അഭിനന്ദിച്ചു പ്രധാനമന്ത്രി. ചരിത്ര നേട്ടമെന്ന് മോദി. ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയെന്നത് കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും പ്രശംസാക്കുറിപ്പിൽ. പാരീസിൽ ഇന്ത്യൻ കുതിപ്പ്. പ്രതീക്ഷയായി അർജുനും റമിതയും. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇരുവരും ഫൈനലിൽ. തുഴച്ചിലിൽ ബൽരാജ് പൻവാർ ക്വാർട്ടറിൽ. PV സിന്ധുവിന് ആദ്യ മത്സരത്തിൽ ജയം. തിരുവനന്തപുരം മഞ്ചൂർ വെടിവയ്പിൽ അക്രമി എത്തിയതെന്ന് കരുതുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ലഭിച്ചത് വെടിയുതിർത്ത ശേഷം തിരികെ പോകുന്ന ദൃശ്യങ്ങൾ. കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് പോലീസ്. വെടിവയ്പിൽ വള്ളക്കടവ് സ്വദേശി ഷിനിക്ക് പരിക്ക്. സംഭവം പെരുന്താന്നി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ. ഡൽഹിയിലെ IAS കോച്ചിംഗ് സെന്ററിലെ വെള്ളക്കെട്ടിൽ മരിച്ച വിദ്യാർത്ഥികളിൽ ഒരു മലയാളിയും. മരിച്ചത് എറണാകുളം സ്വദേശി നെവിൻ ഡാൽവിൻ. അപകടം കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ. പരസ്പരം പഴിചാരി BJPയും ആം ആദ്മി പാർട്ടിയും. റാവൂസ് അക്കാദമി ഉടമ വേദ് പ്രകാശ് ശർമ്മ കസ്റ്റഡിയിൽ. കൊല്ലം പള്ളിമുക്കിൽ ഗർഭിണിയായ കുതിരയോട് കണ്ണില്ലാ ക്രൂരത. കുതിരയെ യുവാക്കൾ തെങ്ങിൽ കെട്ടിയിട്ട ശേഷം വളഞ്ഞിട്ട് തല്ലി. മർദ്ദനത്തിൽ കുതിരയുടെ ദേഹമാസകലം മുറിവ്. പോലീസിൽ പരാതി നൽകി കുതിരയുടെ ഉടമ. പ്രതികളെ തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം. CPIഎമ്മിനെതിരെ ആഞ്ഞടിച്ച് മുൻ MLA CKP പത്മനാഭൻ. തെറ്റുതിരുത്തൽ പാർട്ടിക്കകത്ത് ഫലം കാണാതെ വന്നപ്പോഴാണ് ജനങ്ങൾക്ക് തിരുത്തേണ്ടി വന്നതെന്ന വിമർശനം. ഒരു തെറ്റും ചെയ്യാത്ത തന്റെ പേരിൽ സാമ്പത്തിക തിരിമറി കെട്ടിവെച്ച് പാർട്ടി തന്നെ രോഗിയാക്കിയെന്നും പത്മനാഭൻ. ശൈലി മാറ്റണമെന്നല്ലേ പറയാറുള്ളത്. പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ അതേ ശൈലി നിന്നിട്ടാണ് ആദ്യത്തെ 5 കൊല്ലം ഭരിച്ചു. രണ്ടാമത് 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് പിന്നീട് തിരഞ്ഞെടുത്തു. അതേ ശൈലി തന്നെ തുടങ്ങുന്നു. ഇനിയിപ്പം 3ാം ഊഴവും പിണറായി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. CPIഎമ്മിനോട് നിലപാട് മയപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി വിജയൻ ശൈലി മാറ്റേണ്ടതില്ല. SNDP യോഗം ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൈകളിൽ. തൃശൂരിലെ NTA-യുടെ ജയം ക്രിസ്ത്യൻ വോട്ടുകൾ നേടിയിട്ടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ വിജയം ഉറപ്പിക്കണമെന്ന് BJP മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി. കേന്ദ്ര ബജറ്റിലെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കണമെന്നും നിർദ്ദേശം. യോഗത്തിൽ പങ്കെടുത്ത ആഭ്യന്തരമന്ത്രി അമിത് ഷായും. സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ഭവൻ. മലയാളിയായ K. കൈലാഷ്നാഥൻ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകും. മണിപ്പൂരിന്റെ അധിക ചുമതല നൽകി ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ അസം ഗവർണറാക്കി നിയമിച്ചു. രമൺ ദേക്ക ഛത്തീസ്ഗഡ് ഗവർണറാകും.
ശക്തമാകുന്നു. 3 വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവല്ലയിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെ അക്രമം. കുറ്റൂരിലെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത കാറിന്റെ ചില്ലുകൾ തകർത്തു. അജ്ഞാതരുടെ അക്രമത്തിൽ ഭയന്ന് തുരകലശ്ശേരി സ്വദേശികളായ അമ്മയും മകളും. അടിമാലി വാളറയിൽ ആദിവാസി യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. മരിച്ചത് 5 മൈൽക്കുടി സ്വദേശിനി ജലജ. ഭർത്താവ് ബാലകൃഷ്ണൻ കസ്റ്റഡിയിൽ. കൊലപാതക കാരണം കുടുംബ വഴക്കെന്ന് പോലീസ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് തൃശൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച യുവതി മരിച്ചു. സംഭവത്തിൽ ഭർത്താവിനെതിരെ പരാതിയുമായി ബന്ധുക്കൾ. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃമാതാവും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതിയിൽ. 1.5 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി മരിച്ചത് ഇന്നലെ. കൊല്ലം ഇരവിപുരത്ത് സാധനം വാങ്ങുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ സൈനികനും സഹോദരനും മർദ്ദനം. മർദ്ദനമേറ്റത് 1000 തെങ്ങ് സ്വദേശികളായ സൈനികൻ അമീൻ ഷാ, സഹോദരൻ അമീർ ഷാ എന്നിവർക്ക്. കടയുടമകൾ അറസ്റ്റിൽ. ഗാസയിൽ അഭയാർത്ഥികളെ പാർപ്പിച്ച സ്കൂളിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. 30 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 15 കുട്ടികളും. 100-ലധികം പേർക്ക് പരിക്കേറ്റതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം.